വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ മോർണിംഗ് സ്കിൻ കെയറും അതേപോലെ നൈറ്റ് സ്കിൻ കെയറും ആയിട്ട് ഞാനൊരു 2 വീക്കായിട്ട് ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ അവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്ട്സ് തരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഇതാട്ടോ പ്രൊഡക്റ്റ് വരുന്നത്, സ്കിൻ ക്രാഫ്റ്റ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇതിൽ 3 പ്രൊഡക്റ്റാണുള്ളത്. എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവരെനിക്ക് പ്രിഫർ ചെയ്ത പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ഞാൻ സെറ്റാക്കി തരാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ക്യൂട്ട് ബോക്സിലാണ് ഇത് വരുന്നത്. നല്ല അടിപൊളി പാക്കേജിങ് ഒക്കെ ആയിട്ടോ. ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട്. നമ്മളത് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് തന്ന പ്രൊഡക്ട്സ് ഏതാണ്, ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അവർ തന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സെബം കൺട്രോൾഡ് ഫേസ് ക്ലെൻസർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു ലോഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് ക്രീമും തന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആട്ടോ. എനിക്കിതിൽ 3 പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സെറം എന്ന് പറഞ്ഞാൽ അവരിതെനിക്ക് ഫ്രീ തന്നതാട്ടോ. ഇത് എല്ലാ അവരുടെ പ്രൊഡക്ട്സിൻ്റെ കൂടി ഫ്രീ ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡും ആൽഫ ഹാബിറ്റും സെറോ ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നത്. അതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറയുന്നില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെബം കൺട്രോൾഡ് ഫേസ് ക്ലെൻസർ ആണ് വരുന്നത്. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാനൊരു 2-3 ടൈംസ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ല ഓയിലി ആവലുണ്ട്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ആവണില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബാരിയർ റിവൈറ്റലൈസിങ് ലോഷൻ ആണ് വരുന്നത് ഫോർ ഓയിലി സ്കിന്നും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെറാമൈഡ്, ഷിയ ബട്ടർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഇത് വെച്ച് ഇങ്ങനെ വെച്ചാൽ സ്പ്രേ ടൈപ്പാണ് വരുന്നത്. ഇങ്ങനെ സ്പ്രേ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ആക്നി എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ ക്രീമാണ് വരുന്നത്. ഇത് സ്പോട്ട് കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് എവിടെയാണോ ആക്നി ഉള്ളത് അവിടെ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ ആക്നി ഉണ്ടായിരുന്നു, അതേപോലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് അവിടെ സ്പോട്ട് കറക്റ്റ് അവിടെ മാത്രം സ്പോട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. എനിക്കതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി പിമ്പിൾ വന്ന മാർക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മാർക്സ് ഉണ്ട്. ഇനി ഞാൻ അടുത്ത നെക്സ്റ്റ് മന്ത് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇനി പിമ്പിൾ മാർക്സ് പോകാനുള്ള പ്രൊഡക്ട്സ് ആവും ഓർഡർ ചെയ്യുക. എങ്ങനെയാണ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ഈ കാർഡിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗിൻ്റെ നൈറ്റിൻ്റെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു കാർഡിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 hour കഴിഞ്ഞിട്ട് ആ ഒരു നനവൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു 2-3 പമ്പ് ഈ ലോഷൻ അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ സ്പോട്ട് ആപ്ലിക്കേഷൻ ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഫേസ് ഫുൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം, ചിലവർക്ക് 50 minutes 1/2 hour ഒക്കെ എടുക്കുക, ഡ്രൈ ആയതിന് ശേഷം മാത്രം ഈ സ്പോട്ട് ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഇതൊന്നും നമ്മുടെ സ്കിന്നിക്കൊന്ന് അബ്സോർബ് ആയതിന് ശേഷം മാത്രം ഒരു 1/2 hour 1 hour അതിൻ്റെ ഉള്ളിൽ നമ്മൾ 2-3 പമ്പ് ഈ ഒരു ലോഷൻ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്. അത് അവരുടെ ഈ ഒരു കാർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും ഈ 3 പ്രൊഡക്ട്സും നല്ല ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി എന്തായാലും ഞാൻ നെക്സ്റ്റ് ഇവരുടെ ബോക്സ് ഓർഡർ ചെയ്യണത്, ഇപ്പം ഞാൻ ആക്നിക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്യണത് എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്നി മാർക്സ് പോകാനുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തായാലും ചെയ്യാട്ടോ. ഇത് ഞാൻ 1 month, ഇപ്പോൾ 2 വീക്കായി യൂസ് ചെയ്യുന്നത്. ഇനി 1 month കറക്റ്റായിട്ട് ഞാനിത് എന്തായാലും ഇതിൻ്റെ 1 month റിവ്യൂ എന്തായാലും ചെയ്യാട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാട്ടോ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഇത് ഇനി നിങ്ങൾ യൂസ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയണില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയേണ്ടാണെന്ന് പറയുന്നുണ്ട് ഞാൻ വീണ്ടും. അല്ലാണ്ട് നിങ്ങൾ നാളെ അത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പിമ്പിൾസ് വന്നല്ലോ, കുറേ ഞാൻ റിവ്യൂസിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നു എന്നുള്ളത്. അവരൊക്കെ അവരുടെ അടുത്ത് സ്കിൻ ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ട് എൻക്വയറി ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും, പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, എന്നാലേ പിമ്പിൾസ് മാറുള്ളൂ എന്നുള്ളത്. എനിക്ക് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് വലിയ പിമ്പിൾസ് പോകാട്ടോ. എനിക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് എന്തായാലും ചെയ്യാം.